ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് കേജ്രിവാൾ സുപ്രീം കോടതിയിൽ 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നതാണ് ആവശ്യം. CT സ്കാൻ എടുക്കുന്നതിനും മറ്റുമാണ് കേജ്രിവാൾ കൂടുതൽ സമയം തേടിയിരിക്കുന്നത്. ജൂൺ 2-ന് തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങണം എന്ന് നിർദ്ദേശിച്ചാണ് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബാലു, അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കണം എന്നതുകൊണ്ടാണ് ജൂൺ 2 വരെ കാലാവധി വെച്ചുകൊണ്ട് സുപ്രീം കോടതി ജാമ്യം നൽകിയത് കേജ്രിവാളിന്. പക്ഷേ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നീട്ടി നൽകപ്പെടുന്ന ഒരു ജാമ്യമല്ല, അതിന് കേജ്രിവാളും ഒരു തീയതി മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലേ? കേജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഇടക്കാല ജാമ്യ കാലാവധി 7 ദിവസത്തേക്ക്, അതായത് ഒരാഴ്ച കൂടി നീട്ടണമെന്നതാണ്. അങ്ങനെ നീട്ടി നൽകുകയാണെങ്കിൽ, സുപ്രീം കോടതി നീട്ടി നൽകുകയാണെങ്കിൽ ജൂൺ 9 വരെ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്ത് നിൽക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. കേജ്രിവാൾ ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ചില ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുണ്ട്. അതിന് വിശദമായ വൈദ്യ പരിശോധന ആവശ്യമാണ്. CT സ്കാൻ ഉൾപ്പെടെ എടുക്കേണ്ടതായുണ്ട്. ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കാൻ 7 ദിവസത്തെ സമയം വേണമെന്ന് കേജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 4-ന് ഏതാണ്ട് വൈകിട്ടോടുകൂടി ഇന്ത്യയിലെ ഭരണം ആർക്കായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ചിത്രം ലഭിക്കുന്നതായിരിക്കും. ഈ കേജ്രിവാളിൻ്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ജൂൺ 9 വരെ പുറത്തു നിൽക്കാൻ വേണ്ടി കഴിയും. അതായത് അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ അടുത്ത സർക്കാർ ഒരുപക്ഷെ നിലവിലെ സർക്കാർ തുടരാം, അതല്ല എങ്കിൽ പുതിയ സർക്കാർ വരാം. ഏതായാലും അടുത്ത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായക ഒരു സ്ഥാനമാണുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ഭരണമാറ്റമോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ കേജ്രിവാളിൻ്റെ കേസിലെ EDയുടെ നിലപാടിൽ തന്നെ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേജ്രിവാളിൻ്റെ ഈ അപേക്ഷയ്ക്ക് ആരോഗ്യ കാരണങ്ങൾ എന്നതിനേക്കാൾ ഉപരി വലിയൊരു രാഷ്ട്രീയ മാനം കൂടി ഈ നിയമവിദഗ്ധർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാധു.